ഹായ് ഓൾ. നീറ്റ് 2021 തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഡോപ്പയിൽ നിന്നും മുഹമ്മദ് സുഫിയാൻ. അപ്പോൾ നമുക്കറിയാം, കോവിഡ് കാരണം എല്ലാവരും നീറ്റ് 2021 തയ്യാറെടുത്തത് മുഖ്യമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് അല്ലേ? എല്ലാവരും നമ്മുടെ ഡോപ്പ ആപ്പ് വഴിയും അതുപോലെ നമ്മുടെ ഡോപ്പ എക്സാമുകളാണെങ്കിലും ഡോപ്പ ക്വിസ് ആണെങ്കിലും എല്ലാം നിങ്ങൾ ഓൺലൈനിലൂടെയാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പഠനമാണെങ്കിലും ക്ലാസ് കേട്ടതും നിങ്ങൾ എക്സാം ട്രെയിൻ ചെയ്തതും എല്ലാം നിങ്ങളുടെ സ്ക്രീനിലാണ്. പക്ഷേ നീറ്റ് 2021, അതായത് സെപ്റ്റംബർ 12 ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുട്ടികൾ മാറ്റിരിക്കുന്ന വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാം നടത്തുന്നത് പെൻ ആൻഡ് പേപ്പർ മോഡിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് മറ്റുള്ളവർ അറിയുന്നത് നമ്മുടെ ആൻസർ ഷീറ്റിലൂടെയാണ്. അപ്പോൾ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരങ്ങളെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത് OMRലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് യൂസ്ഡ് ആയതുകൊണ്ട് നമുക്കറിയണം എങ്ങനെയാണ് OMR ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന്. അതിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നീറ്റ് 2021 ചെറിയൊരു പാറ്റേൺ ചേഞ്ച്. പക്ഷെ നമുക്കതൊരു വിഷയമുള്ള കാര്യമേ അല്ല. എന്ത് പ്രശ്നം വന്നാലും നമ്മളതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയുള്ള ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ ബ്രീഫായിട്ട് നീറ്റ് 2021 ആ പാറ്റേൺ ചേഞ്ച് പറയാം. അതായത് ഇതിന് മുമ്പുള്ള നീറ്റുകളൊക്കെ നടന്നപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെ ബോട്ടണി, സുവോളജി, ഈ 4 വിഭാഗത്തിൽ നിന്നും 45 ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നീറ്റ് 2021 മുതൽ വരുന്ന പാറ്റേണിൽ NTA നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോ സബ്ജക്റ്റിലും 2 സെക്ഷൻ വീതം ഉണ്ടാവും. സെക്ഷൻ എയും സെക്ഷൻ ബിയും. സെക്ഷൻ എയിൽ 35 ക്വസ്റ്റ്യനും സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യനും. അതായത് സെക്ഷൻ എയിലെ 35 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഒരു ചോയ്സും ഇല്ല, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതേസമയം സെക്ഷൻ ബിയിൽ വരുന്ന 15 ക്വസ്റ്റ്യൻസ്, അതിൽ നിങ്ങൾ എത്ര എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി? നിങ്ങൾക്ക് അറിയാവുന്ന 10 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പാറ്റേൺ ചേഞ്ച് നമ്മളോട് പറഞ്ഞിരിക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു OMR പാറ്റേണുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. തന്നെയുമല്ല, OMR ഷീറ്റുമായിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ചാൻസിലിരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ കാര്യമായ പരിചയം കാണത്തില്ല. എങ്കിലും നമുക്ക് നോക്കാം എങ്ങനെയാണ് OMR നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് വാല്യൂ ചെയ്യുന്നത് മനുഷ്യന്മാരല്ല, കമ്പ്യൂട്ടറാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, OMR ഷീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വരയ്ക്കാനോ എഴുതാനോ പാടില്ല, പ്രത്യേകിച്ച് എൻ്റെ ബാർകോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് OMR ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് നോക്കിയാലോ. നീറ്റ് 2021 നമ്മൾ പ്രതീക്ഷിക്കുന്ന OMR പാറ്റേൺ ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സ്റ്റുഡൻസ് നെയിം, റോൾ നമ്പർ, സെൻറ്റർ കോഡ്, കാറ്റഗറി, മൊബൈൽ നമ്പർ, കൂടാതെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് എത്ര അറ്റൻഡ് ചെയ്താൽ മതി? 180 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. 200 ക്വസ്റ്റ്യൻസിനുള്ള കോളമുണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറിനുള്ള കോളം, ഇൻവിജിനേറ്ററിൻ്റെ സിഗ്നേച്ചർ, എക്സാം ഡേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ OMRലുള്ളത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ സ്റ്റുഡൻസ് നെയിമും അതുപോലെ തന്നെ മൊബൈൽ നമ്പരൊന്നും നമ്മൾ യഥാർത്ഥത്തിൽ നീറ്റിന് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇത് തന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് OMR ഫില്ല് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടാകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് OMR ഫില്ല് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ OMR എടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, OMR ഫോൾഡ് ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലാത്തിടത്ത് എഴുതാനോ വരയ്ക്കാനോ ഒന്നും പാടില്ല. നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു റൗണ്ടിൽ തന്നെ നമ്മുടെ ഇങ്ക് വരാൻ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസ് നെയിം ഇൻ ബ്ലോക്ക് ലെറ്റർ, ഞാൻ എൻ്റെ പേര് തന്നെ എഴുതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്ലോക്ക് ലെറ്റേഴ്സിലാണ് നമ്മുടെ പേര് എഴുതേണ്ടത് അല്ലേ. എൻ്റെ പേര് മുഹമ്മദ് സുഫിയാൻ. അപ്പോൾ MUHAMMAD SUFYAN മുഹമ്മദ് സുഫിയാൻ. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആൽഫബറ്റ് നമുക്ക് എന്ത് ചെയ്യണം? താഴെ ബബിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ലെറ്റർ നമുക്ക് M ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ റോയിൽ M എടുക്കുക, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? നമ്മൾ ബബിൾ ചെയ്യുക. ഓക്കെ. അടുത്ത ലെറ്റർ U ആണ്. അപ്പോൾ സെക്കൻഡ് റോയിൽ നമ്മൾ എന്ത് ചെയ്യുക? U നോക്കുക. ഇതാ കണ്ടോ? ഇനി അടുത്ത ലെറ്റർ ഏതാ? H. AMM ദെൻ S. അപ്പോൾ മാറിപ്പോകാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ പേരില്ലെങ്കിൽ കൂടി നമ്മൾ രജിസ്റ്റർ നമ്പറൊക്കെ ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളാണെന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി വരുന്നത് ഈ പേപ്പർ റീഡ് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയാൽ നമ്മുടെ റിസൾട്ട് വരുന്നതിന്, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് അത് ബാധിക്കും. അപ്പോൾ നമ്മൾ വളരെയധികം
ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ഏരിയയാണിത്. നമ്മൾ എത്രത്തോളം ശരി ഉത്തരം എഴുതിയിട്ടും നമ്മുടെ രജിസ്റ്റർ നമ്പർ മാറിപ്പോയാൽ നമുക്ക് വേറെ OMR കിട്ടത്തില്ല, നമ്മുടെ റിസൾട്ട് അവിടെ വരത്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. യെസ്, യു ഓക്കെ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്തു, ബ്ലോക്ക് ലെറ്റേഴ്സിൽ OMR ഫില്ല് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെറ്ററാണോ വേണ്ട കറസ്പോണ്ടിങ് റോയിൽ ആ ലെറ്ററിൻ്റെ ബബിൾ റൗണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് പേര് എഴുതേണ്ടി വരത്തില്ല, പക്ഷേ നിങ്ങൾക്ക് പ്രാക്ടീസ് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, റോൾ നമ്പർ. നമുക്ക് നമ്മുടെ ഹാൾ ടിക്കറ്റിൽ എന്തുണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യുക. നമുക്കിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിളായിട്ട് ഒരു റോൾ നമ്പർ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. എന്ത് ചെയ്യുക, 1 2 3 4 5 6 7 8. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്പർ എന്ത് ചെയ്യുക, നമ്മൾ പേര് റൗണ്ട് ചെയ്ത പോലെ തന്നെ അതാത് ബബിൾസിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റൗണ്ട് ചെയ്യണം. ഓക്കെ. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്പർ മാറിപ്പോകാതെ നമ്മൾ വളരെയധികം ശ്രദ്ധ എടുക്കേണ്ട ഒരു ഏരിയയാണത് കേട്ടോ. കാരണം നമ്മുടെ റിസൾട്ട് വരത്തില്ല, കാരണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത് OMR ഷീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യത്തില്ല. ഓക്കെ, കണ്ടോ ഇങ്ങനെ വരും. നമ്മുടെ രജിസ്റ്റർ നമ്പർ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആയിരിക്കത്തില്ല, നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, സെൻറ്റർ കോഡ് നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ 2 2 4 6 8. സ്ട്രോയിൽ നമ്മൾ 2 ബബിൾ ചെയ്തു, 4 6 8. ഓക്കെ. ദെൻ ഇനി എന്ത് ചെയ്യുക, കാറ്റഗറി. നമ്മുടെ കാറ്റഗറി ഏതാണോ അതിന് കറസ്പോണ്ടിങ് ബബിൾ എന്ത് ചെയ്യുക, നമ്മൾ റൗണ്ട് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ജനറൽ കൊടുക്കാം. ഇനി നമ്മുടെ മൊബൈൽ നമ്പർ എഴുതുക. മൊബൈൽ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 1 3 5 7 9 1 1 1 3 1 എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് റോയിൽ അതാത് നമ്പർ നോക്കി നമ്മൾ ബബിൾ ചെയ്യുക. ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് പ്രാക്ടീസ് വരാൻ വേണ്ടി, OMR ബബിൾ ചെയ്യുന്നത് പ്രാക്ടീസ് വരാനും സ്പീഡ് വരാനും വേണ്ടിയാണ്. കാരണം ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സ്പീഡിൽ നമ്മൾ ചെയ്യേണ്ടി വരും. സ്പീഡിൽ ചെയ്യുമ്പോൾ തെറ്റിക്കാനും പാടില്ല കേട്ടോ. 5 7 9 1 1 1 3 1. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഡോപ്പ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് എക്സാമുകൾ എഴുതി ഇങ്ങനെ തഴമ്പിച്ച വിദ്യാർത്ഥികളാണ് ഡോപ്പയ്ക്കുള്ളത്. കാരണം നമ്മൾ ഓൺലൈൻ വഴി ഇഷ്ടംമാതിരി എക്സാമുകൾ കൂടാതെ ക്വിസുകൾ കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങളുടെ അറിവിനെ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മുടെ ഡോപ്പയിൽ വരുന്ന ഫുൾ ടോപ്പിക് എക്സാമുകൾ 3 മണിക്കൂറിൻ്റെ എക്സാമുകളായിരിക്കും. അതായത് നീറ്റിൻ്റെ അതേ പാറ്റേണിലായിരിക്കും നമ്മൾ ആപ്പിലും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പിൽ എക്സാം മാർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ OMRലും ആ ആൻസറുകൾ മാർക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്കത് പരിശീലിക്കാൻ വേണ്ടിയാണ്. തന്നെയല്ല, അടുത്തത് നിങ്ങൾ എഴുതുന്ന നീറ്റിൻ്റെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്താ, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ എഴുതുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എക്സാം ഹാളിൽ എന്ത് വേണം, മാസ്ക് ധരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ മോക്ക് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാസ്ക് വെച്ച് അറ്റൻഡ് ചെയ്താൽ കുറച്ചുകൂടി എന്ത് ചെയ്യും, നിങ്ങൾക്കതൊരു ഗുണം ചെയ്യും. കാരണം ആ ഒരു പ്രാക്ടീസ് നമുക്ക് എന്താ പറയുക, മാസ്ക് ഒക്കെ ഇട്ട് നിങ്ങൾ ഒരുപക്ഷെ പരീക്ഷ കാര്യമായിട്ട് എഴുതി കാണത്തില്ല. അപ്പോൾ നമ്മൾ നീറ്റിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് മാസ്ക് ഒക്കെ ഇട്ട് പരീക്ഷ ഹാളിൽ കയറുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മോക്ക് എക്സാം എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് മാസ്ക് ധരിച്ചുകൊണ്ട് എഴുതാം. കൂടാതെ ഒരു 3 മണിക്കൂർ സമയം നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. ഡോപ്പയുടെ ഒട്ടുമിക്ക എക്സാമുകളും രാവിലെ 8 മുതൽ രാത്രി 8 വരെ നമുക്ക് സമയമുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ നീറ്റ് എക്സാം നടക്കുന്നത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെയാണ്. അപ്പോൾ ആ ഒരു ഉച്ച സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, എക്സാം എഴുതി പരിശീലിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1 to 4 3 മണിക്കൂർ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. ഒരു എക്സാം ഹാളിലാണ്, നിങ്ങളുടെ മുന്നിൽ ഒരു ഇൻവിജിലേറ്റർ ഉണ്ട്. ആ തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക. എന്നിട്ട് ആ 3 മണിക്കൂറിനുള്ളിൽ വേറെ ഒരു പരിപാടിയും നമുക്കില്ല. വെള്ളം കുടിക്കലില്ല, എഴുന്നേറ്റ് പോകലില്ല, ടോയ്ലറ്റിൽ പോകുന്നില്ല. നമ്മളിരിക്കുന്നത് ഒരു എക്സാം ഹാളിലാണ്. നിങ്ങൾ മാസ്ക് ധരിച്ചിട്ടുണ്ട്, 3 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 1 മണിക്ക് എക്സാമിൽ എഴുതാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 12:50 തന്നെ നിങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക, പെന്നും പേപ്പറൊക്കെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഡീറ്റെയിൽസ് 10 മിനിറ്റ് കൊണ്ട് തെറ്റിക്കാതെ ഫില്ല് ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങളുടെ പേര് ഫില്ല് ചെയ്യുക, ഒരു റോൾ നമ്പർ ഇഷ്ടമുള്ള നിങ്ങളുടെ നമ്പർ എടുത്തോ,
മൊബൈൽ നമ്പർ ഇഷ്ടമുള്ളൊരു നമ്പർ 10 നമ്പർ എഴുതുക, എന്നിട്ട് അത് ഫില്ല് ചെയ്യുക. കാരണം നിങ്ങൾക്കത് പ്രാക്ടീസ് വരണം കേട്ടോ. ഇനി നോക്കൂ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാർക്ക് ചെയ്യുന്ന ഭാഗത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം, ആദ്യം നമുക്ക് സെക്ഷൻ എയിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കണ്ടോ, അതായത് ഇവിടെ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കിവിടെ സെക്ഷൻ എയിൽ. കണ്ടോ, 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 35 ക്വസ്റ്റ്യനും എല്ലാ വിദ്യാർത്ഥികളും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വിടാൻ കുഴപ്പമില്ല, നമുക്ക് ആവശ്യമില്ലാതെ നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നീറ്റ് എക്സാമിൽ അറിയുന്നതിൻ്റെ മാർക്ക് നമ്മൾ അറിയാത്തത് എഴുതി തെറ്റിച്ച കാരണം നമ്മൾ കളയേണ്ട കാര്യമില്ല, നമുക്ക് വിടാം. പക്ഷേ ഈ 35 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വേറെ ഒരു ചോയ്സും ഇല്ല. ഈ 35 ചോദ്യങ്ങളും നിങ്ങൾ ആൻസർ ചെയ്യണം. ഇനി സെക്ഷൻ ബിയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം 36 മുതൽ 50 വരെ, അതായത് 15 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്ലാക്ക് ബോക്സിൽ 5 ക്വസ്റ്റ്യൻ വീതം ബ്ലാക്ക് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഇൻ കേസ് നിങ്ങൾ 15ഉം അറ്റൻഡ് ചെയ്തു എന്നിരിക്കെ അവിടെ സാധ്യത എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യനെ വാല്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ 36 മുതൽ 45 വരെ ക്വസ്റ്റ്യൻ എഴുതി, ഇതിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യനും ശരിയാണെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടും. അതേസമയം നിങ്ങൾ 15 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു, 36 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻ ശരിയാണ്, 5 ക്വസ്റ്റ്യനും ശരിയാണ്. അതേസമയം 41 മുതൽ 45 വരെയുള്ള 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിപ്പോയി. പക്ഷേ നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ 15 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് താഴെയുള്ള 5 ക്വസ്റ്റ്യൻ ശരിയാണല്ലോ, അപ്പോൾ എനിക്ക് 10 ക്വസ്റ്റ്യൻ്റെ മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചാൽ കിട്ടത്തില്ല. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ്റെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ 41 മുതൽ 45 വരെയുള്ള ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് മെഷീൻ റീഡ് ചെയ്യുന്നത് ഏതായിരിക്കും? 46 മുതൽ 50 വരെയുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ്റെ മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള 15 ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അറിയാത്തത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വെറുതെ മാർക്ക് കളയരുത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ചാൻസ് ആണ് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ അറിയാതെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അറിയുന്ന ക്വസ്റ്റ്യൻ താഴെ കാണും, ആ പ്രതീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെയാണ് ഇനി ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡുകളുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ ആദ്യം ഫിസിക്സ് ആയിരിക്കും, പിന്നെ കെമിസ്ട്രി ബയോളജി. ചിലതിൽ ആദ്യം കെമിസ്ട്രി ആയിരിക്കും, പിന്നെ ഫിസിക്സ് ബയോളജി. അത് മാറി മറിഞ്ഞൊക്കെ വരാം, പക്ഷേ ക്വസ്റ്റ്യൻ എല്ലാവർക്കും സെയിം ആയിരിക്കും കേട്ടോ. പല ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഉണ്ടെന്ന് കരുതി ക്വസ്റ്റ്യൻസിൽ യാതൊരു മാറ്റവും ഇല്ല, ജസ്റ്റ് അതിൻ്റെ ഓർഡറിൽ മാത്രമാണ് മാറ്റമുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നീറ്റിൻ്റെ പുതിയ പാറ്റേണിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ എക്സാമുകൾ OMR തന്നെ എഴുതി പരിശീലിക്കണം. കാരണം നിങ്ങൾക്ക് ഒറിജിനൽ എക്സാം നിങ്ങളുടെ നീറ്റ് നടക്കുന്നത് പെൻ ആൻഡ് പേപ്പർ മോഡിലാണ്. നിങ്ങളെല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് എക്സാം എഴുതിയതും ക്ലാസ് കണ്ടതും എല്ലാം പഠിച്ചതൊക്കെ. അപ്പോൾ പെൻ ആൻഡ് പേപ്പറിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഡോപ്പയിലെ കുട്ടികൾക്കും മറ്റെല്ലാ കൂട്ടുകാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ OMR ഷീറ്റിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മുമ്പാകെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ ഡോപ്പയിലെ എക്സാമുകളിൽ എല്ലാ എക്സാമുകളിലും സെക്ഷൻ എയും സെക്ഷൻ ബിയും തിരിച്ചായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ OMR വെച്ച് എക്സാം എഴുതുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആപ്പിലും ആൻസർ മാർക്ക് ചെയ്യണം. കാരണം നമ്മുടെ ഡോപ്പ എക്സാമിൻ്റെ റാങ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ആപ്പിൽ തന്നിരിക്കുന്ന റെസ്പോൺസ് അനുസരിച്ചാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ OMR ബബിൾ ചെയ്യണം. കാരണം ഇതാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഗുണം ചെയ്യുന്നത്. കാരണം നമ്മൾ എത്രത്തോളം പഠിച്ചു അത് മറ്റുള്ളവർ അറിയണം എന്നുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ആൻസർ ഷീറ്റ് അത്രത്തോളം പക്കായിരിക്കണം അല്ലേ. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ നല്ലപോലെ പഠിച്ചു, പക്ഷേ നമ്മൾ OMR ചെയ്തപ്പോൾ നമ്മുടെ എസ് നമ്പർ മാറിപ്പോയി, നമ്മുടെ റിസൾട്ട് വരുമോ? ഇല്ല. അതേസമയം ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയാലും അതല്ലേ. ഇപ്പോൾ നിങ്ങൾ അറിയാതൊരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് സ്കിപ്പായി, നിങ്ങൾ 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാർക്ക് ചെയ്തത് 5ാമത്തെ ഇതിൻ്റെ നേരെയാണെന്ന് ഇരിക്കെ, റീഡ് ചെയ്യുന്നത് മനുഷ്യനല്ല കമ്പ്യൂട്ടറാണ്. അപ്പോൾ എന്താ, സ്വാഭാവികമായിട്ടും താഴേക്കുള്ളതെല്ലാം തെറ്റും. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുന്നതിന് ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇതാണ് നിങ്ങളുടെ റിസൾട്ട് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ അറിവും ഒപ്പം തന്നെ നിങ്ങൾ എങ്ങനെ എക്സാം എഴുതി എന്നുള്ളതും തീരുമാനിക്കും. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇനിയുള്ള സമയങ്ങൾ റിവിഷനും ഒരുപാട് ക്വസ്റ്റ്യൻസും ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം ഡോപ്പയുണ്ട്, ആരും പേടിക്കേണ്ട കാര്യമില്ല. ഒരുപാട് എക്സാമുകളായിട്ട്, ഒരുപാട് ലൈവുകളായിട്ട്, ഒരുപാട് അവസരങ്ങളായിട്ട് ഡോപ്പ നിങ്ങളുടെ കൂടെയുണ്ട്. നീറ്റ് എക്സാം എല്ലാവർക്കും എളുപ്പമായിട്ട്, എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.